ഹറാമായ ഒരു ബന്ധത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? ഒരാളെ വിട്ടുപോകാൻ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഹൃദയം ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം. കോണ്ടാക്റ്റ് കുറയ്ക്കണം. ചാറ്റ്സ്, കോൾസ്, ഫോട്ടോസ് നിങ്ങളെ വീണ്ടും ആ ബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാത്തിൽ നിന്നും അകലം പാലിക്കുക. ആദ്യമൊക്കെ നമുക്ക് വേദനിക്കും, മനസ്സിന് ഒഴിവാക്കാൻ പറ്റാത്ത പോലാവും. പക്ഷേ സമയം കഴിഞ്ഞാൽ മനസ്സിലാക്കും, അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒന്നും യഥാർത്ഥ നഷ്ടമല്ല. ആദ്യ ദിവസങ്ങളിൽ ഒരുപാട് വിഷമം തോന്നും. അവരെ മെസ്സേജ് ചെയ്യണം എന്നും തോന്നും. ഒന്ന് സംസാരിച്ചിട്ട് നിർത്താം എന്ന് തോന്നാം. പക്ഷേ പലപ്പോഴും ആ ഒരു മെസ്സേജ് തന്നെയാണ് നമ്മളെ വീണ്ടും പഴയ സൈക്കിളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിലേക്ക് തിരിയുക, ഉളു എടുക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക, ദുആ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം അള്ളാഹുവിനോട് പറയുക. യാ അല്ലാ, എൻ്റെ ഹൃദയം ദുർബലമാണ്. എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ശക്തി തരണമേ. എനിക്ക് ഹറാമിൽ നിന്ന് അകന്നു നിൽക്കാൻ സഹായിക്കണമേ. എനിക്ക് ഹലാൽ വഴിയിൽ സമാധാനവും സ്നേഹവും നൽകണമേ എന്ന് ചോദിക്കുക. പിന്നെ നിങ്ങളുടെ ജീവിതം നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക. ഖുർആൻ വായിക്കുക, നമസ്കാരത്തിൽ ശ്രദ്ധിക്കുക, പഠനത്തിലോ ജോലിയിലോ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നമ്മളെ മുന്നേ ഉള്ള കാര്യം ഒരുപാട് നമ്മളിൽ നിന്ന് മറന്നു പോകും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. നല്ല ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കുക. കാരണം ഒരു ശൂന്യത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ആ ശൂന്യത അള്ളാഹുവിനോടുള്ള ബന്ധം കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുക. ഇനി ആ വ്യക്തി ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു പങ്കാളിയാക്കേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ബന്ധം രഹസ്യമായി തുടരുന്നതിന് പകരം ഹലാൽ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കുടുംബത്തെ അറിയിക്കുക. വിവാഹത്തിന് തയ്യാറാണെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുക. പക്ഷേ അത് സാധ്യമല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി വിട്ടുകളയാൻ ധൈര്യം കാണിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ഒരാളെ നഷ്ടപ്പെടുന്നതായി കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ ഒരു വലിയ തെറ്റിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒരു ഹറാമായ ബന്ധത്തിലാണെങ്കിൽ നിങ്ങളെ തന്നെ വെറുക്കരുത്. നിങ്ങൾക്ക് തിരികെ വരാം, തൗബ ചെയ്യാം. ഇന്നു തന്നെ ഒരു ചെറിയ തീരുമാനം എടുക്കാം. ഒരു മെസ്സേജ് കുറക്കാം, ഒരു കോൾ ഒഴിവാക്കാം, ഒരു ട്രിഗറിൽ നിന്ന് അകന്നു നിൽക്കാം. അങ്ങനെ പതിയെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറിക്കിട്ടും. ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യാം. ഒരു പക്ഷെ ഇന്ന് വളരെ വേദനിക്കും. പക്ഷെ നാളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ അള്ളാഹുവിന് വേണ്ടി എടുത്ത ആ തീരുമാനമായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് തോന്നും. ഓർക്കുക, ഒരു മനുഷ്യനെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ അള്ളാഹുവിനെ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് അതിലും നല്ലത് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.